بسم الله الرحمن الرحيم. മലപ്പുറം ജില്ലയിലെ പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ വലിയ പറമ്പ് പ്രദേശത്ത് സാമൂഹ്യ സേവന രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യത്തോടെ സമൂഹത്തിന്റെ ശ്രദ്ധയർഹിക്കുന്ന അന്ധബധിരരുടെ ഉന്നമനത്തിനായി നിലകൊള്ളുന്ന മഹത് സ്ഥാപനമാണ് എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദ ഡിസേബിൾഡ്. Ability Foundation for the Disabled. വർഷങ്ങളായി സാമൂഹ്യ അവഗണന അനുഭവിച്ചു പോരുന്ന വികലാംഗ സമൂഹം അശരണരും പതിതരുമായി കഴിയുകയാണ്. തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഈ വിഭാഗം നേരിടുന്ന ദാരുണമായ പ്രതിസന്ധികൾ വിവരണാതീതമാണ്. നമ്മുടെ അനുകമ്പയല്ല ഈ വിഭാഗത്തിന്റെ ആവശ്യം. ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ ഇവർക്ക് അവസരങ്ങൾ ഒരുക്കുകയാണ് നാം അടങ്ങുന്ന മനുഷ്യ സമൂഹത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം. ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ശരിയായ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം എന്നിവ നൽകി ഇവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി പ്രവർത്തിച്ചു വരുന്ന സാമൂഹ്യ സേവന സംഘടനയാണ് എബിലിറ്റി ഫൗണ്ടേഷൻ. സർവശക്തനായ അല്ലാഹു നമുക്ക് നൽകിയ രണ്ട് മഹത്തായ അനുഗ്രഹങ്ങളാണ് കാഴ്ചയും കേൾവിയും. ശബ്ദത്തിന്റെ അത്യപൂർവമായ അനുഭവം സമ്മാനിക്കുന്നത് തിരിച്ചറിവിന്റെ ധ്വനികളാണ്. സത്യാന്വേഷികൾക്ക് അതുകൊണ്ട് തന്നെ ശബ്ദം പ്രദാനം ചെയ്യുന്നത് യാഥാർത്ഥ്യത്തിന്റെ ജ്വലിക്കുന്ന പ്രവാഹമാണ്. ബധിരർക്ക് നഷ്ടമായത് ഈ കേൾവിയാണ്. വിജ്ഞാനത്തിന്റെ 90% നാം ആർജിക്കുന്നത് കാഴ്ചയിലൂടെയാണ്. വായനയും മറ്റ് ദൃശ്യമാധ്യമങ്ങളുമാണ് അന്ധർക്ക് അന്യമായത്. മലപ്പുറം ജില്ലയിലെ പുളിക്കലിൽ പ്രവർത്തിച്ചു വരുന്ന എബിലിറ്റി ഫൗണ്ടേഷൻ അന്ധർ, ബധിരർ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ തുടങ്ങിയവർക്കായി നടത്തിവരുന്ന വിവിധ പദ്ധതികൾ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുതുപുലരികളാണ്. ഏക്കർ വിസ്തൃതിയുള്ള പുളിക്കൽ എബിലിറ്റി ക്യാമ്പസിൽ ബധിരർക്കുള്ള എബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്, ബൈറുഹ ഗൈഡൻസ് സെന്റർ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കുള്ള സ്പെഷ്യൽ സ്കൂൾ, കാഴ്ചവൈകല്യം ബാധിച്ചവർക്കുള്ള ബ്രെയിൻ ട്രാൻസ്ക്രിപ്ഷൻ സെന്റർ, ടോക്കിംഗ് ബുക്ക് ലാബ് എന്നിവ പ്രവർത്തിച്ചു വരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട്
നമുക്കറിയാം 64 വർഷം പിന്നിട്ടു. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട് വളരെ വളരെ മുന്നിലെത്തി. എന്നാൽ ഇന്നും ഈ കൊച്ചു കേരളത്തിൽ പോലും ബധിര സഹോദരങ്ങൾക്ക് +2 മുകളിൽ വിദ്യാഭ്യാസം നേടുന്നതിന് ഒരു സ്ഥാപനമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് വെറുതെ പറയുന്നതല്ല. +2 ശേഷം എന്ത് എന്ന ചോദ്യത്തിനുത്തരമായി ബികോം, BCA, CCA തുടങ്ങിയ കോഴ്സുകളും DTP, അലൂമിനിയം ആൻഡ് ഫൈബർ ഫാബ്രിക്കേഷൻ, ഫാഷൻ ഡിസൈനിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫിനിഷിംഗ് സ്കൂൾ എന്നിവയും ബധിരർക്കു വേണ്ടി എബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിവരുന്നു. ബധിരർക്കും കാഴ്ചയില്ലാത്തവർക്കും മതപഠനം നൽകുക എന്നത് ബാലികേറ മലയാണെന്ന സങ്കല്പം എബിലിറ്റി ഫൗണ്ടേഷൻ ഇതിനകം തിരുത്തിക്കുറിച്ചിരിക്കുന്നു. ജുമുഅ ഖുതുബകളോ മറ്റു പ്രഭാഷണങ്ങളോ ശ്രവിക്കുവാൻ സാധ്യമല്ലാത്ത ബധിരർക്കും മതപഠനത്തിന് അവസരം ലഭിക്കാത്ത അന്ധർക്കും ഇസ്ലാമിക സന്ദേശം എത്തിക്കുവാനുള്ള ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെട്ടു വരുന്നു. അംഗീകൃത ആംഗ്യഭാഷാ പരിശീലനം, ഇലക്ട്രോണിക്സ് മീഡിയ എന്നിവയാണ് ഇതിനായി ആശ്രയിക്കുന്നത്. ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കുള്ള സ്പെഷ്യൽ സ്കൂൾ കെട്ടിടം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യം, മസ്തിഷ്ക തളർവാദം സംഭവിച്ചവർക്കുള്ള ഫിസിയോതെറാപ്പി ക്ലിനിക്, കുടുംബത്തിന് ഭാരവും ബാധ്യതയുമായി മാറുന്ന അന്ധർക്കുള്ള പുനരധിവാസ കേന്ദ്രം, അത്യാധുനിക തൊഴിൽ പരിശീലന കേന്ദ്രം, ആംഗ്യഭാഷയിൽ കൂടി കുത്തുബ വിവർത്തനം ചെയ്യുന്ന ക്യാമ്പസ് പള്ളി, ബധിരർക്കുള്ള ആർട്സ് കോളേജ്, ലാംഗ്വേജ് ലാബ്, മാനവശേഷി വികസന കേന്ദ്രം എന്നിവയാണ് കമ്മിറ്റിയുടെ അടുത്ത പദ്ധതികൾ. വികലാംഗ സമൂഹത്തിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്കു വേണ്ടിയുള്ള ഈ കേന്ദ്രത്തിന്റെ ബഹുമുഖ പദ്ധതികൾക്ക് ഇനിയും 3 ഏക്കർ സ്ഥലം കൂടി അടിയന്തരമായി വാങ്ങേണ്ടതുണ്ട്. എബിലിറ്റി ഫൗണ്ടേഷന്റെ മഹത്തായ ലക്ഷ്യസാക്ഷാത്കാരത്തിന് എല്ലാ മാന്യജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഈ രംഗത്തുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും ഈ രംഗത്തെ സഹായിക്കുന്നവർക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദ ഡിസേബിൾഡ്